കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം കൂടി. ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം ഒരു ചുവട് കൂടി വെച്ചു എന്ന് പറയാം. കേരളത്തെ തേടിയതാ ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനം നടന്നത് കൊച്ചിയിൽ വെച്ചാണ്. കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇൻഡോർ IIM ഡയറക്ടറായ ഹിമാൻഷു റോയ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി P. രാജീവിനെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. I would also like to congratulate the government of Kerala under the leadership of the Honorable Chief Minister, Mr. P. Vijayan and Shri P. Rajiv ji, the Honorable Minister for Law, Industries and COIR, on having developed such an impactful and innovative industrial policy. By the way, they and Mr. Hanish ji talked about Mumbai and Delhi. But let me tell you another thing, and that is the world is studying it. I'm very delighted to tell you that the American Society of Public Administration, USA, has selected the Year of Enterprises initiative as an innovative policy catering to the development of an entrepreneurship ecosystem and has invited the officials to showcase YOE to public policy and administration experts from over 150 countries in Washington, D.C. in March 2025. A proud moment for India, a proud moment for Kerala, a proud moment for everyone out here. സംരംഭക വർഷം പദ്ധതിക്കാണ് അംഗീകാരം. ഈ പദ്ധതിക്കെതിരെ കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തിയ ഒരു സർവേയും അതുണ്ടാക്കിയ ചർച്ചയുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കേരളം ഒരു നേട്ടം നേടുമ്പോൾ അത് നേട്ടമല്ല എന്ന് കാണിക്കുന്നതിനു വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചത് നമ്മുടെ കൺമുന്നിലുള്ള ഉദാഹരണമാണ്. എന്നാൽ ഇതാ ലോകം ആ പദ്ധതിയെ അംഗീകരിക്കുന്നു. ഇന്ത്യ നേരത്തെ പദ്ധതിയെ അംഗീകരിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ആ പ്രഖ്യാപനം ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. ഇന്ത്യയുടെ നെറുകയിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് സംരംഭക വർഷം പദ്ധതി എത്തി എന്നർത്ഥം. ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി P. രാജീവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഏറെ സന്തോഷം പകരുന്നതും അഭിമാനകരവുമായ നേട്ടം പങ്കുവെക്കുകയാണ് നിങ്ങളുമായി. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരമാണ് സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത്. സൊസൈറ്റിയുടെ 87 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പദ്ധതി അംഗീകരിക്കപ്പെടുന്നത് എന്നതും പുതു ചരിത്രമാണ്. 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ വാഷിംഗ്ടണിൽ നടക്കുന്ന സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ പദ്ധതിയെക്കുറിച്ച് അവതരണം നടത്തുന്നതിന് മന്ത്രി എന്ന നിലയിൽ ക്ഷണം ലഭിച്ച വിവരം നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ പാരഗ്രാഫ്. അതിനുശേഷം പറയുന്നു: സംരംഭക വർഷം പദ്ധതിയെക്കുറിച്ച് ഇൻഡോർ IIM നടത്തിയ പഠന റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിനായി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ IIM ഇൻഡോർ ഡയറക്ടർ ഹിമാൻഷു റോയ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ലോകത്തെ പൊതുഭരണ വിദഗ്ധർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അന്താരാഷ്ട്ര വേദിയാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാർഷിക സമ്മേളനമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. പല രാജ്യങ്ങളുടെയും നയരൂപീകരണത്തെ പോലും ഇതിലെ ചർച്ചകൾ സ്വാധീനിക്കും. ഇത്തരമൊരു വേദിയിൽ കേരളത്തിന്റെ നേട്ടം അവതരിപ്പിക്കാനാവുന്നത് കേരളത്തിന്റെ ആകെ നേട്ടമായി ഞങ്ങൾ കാണുന്നു. 150 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് മുന്നിലാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതി അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. നേരത്തെ രാജ്യത്തെ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് ആയും പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് സംരംഭക വർഷം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന്. ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പദ്ധതികൾ, ചെറുകിട വ്യവസായ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം, അതായിരുന്നു സംരംഭക വർഷം പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. എന്നാൽ 1 ലക്ഷമല്ല, 1 ലക്ഷത്തിനപ്പുറത്തേക്ക് 1,26,000 ആദ്യഘട്ടത്തിൽ, പിന്നീട് അത് 1,50,000 പദ്ധതികളായി മാറിയിരുന്നു കേരളത്തിൽ. ചെറിയ ചെറിയ പദ്ധതികളാണ്, ചെറിയ കടകളാണ്, ചെറിയ ഷോപ്പുകളാണ്. എങ്കിലും അത് ഒരു കുതിച്ചുചാട്ടം കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിന് സംശയമേ ഇല്ല. അതിനുവേണ്ടി നടത്തിയ ഒരുക്കങ്ങളുണ്ട്. മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ, പഞ്ചായത്ത് തലം വരെ, വാർഡ് തലം വരെ അതിനുവേണ്ടി നടത്തിയ ഒരുക്കങ്ങൾ. ആ ഒരുക്കങ്ങൾ വലിയ തോതിൽ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സംരംഭം തുടങ്ങാൻ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക്. സാധാരണക്കാർക്ക് പോലും ചെറിയ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയുന്ന നാടാണ് കേരളം എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ മാറ്റത്തിന് ഒരു തുടക്കമായി അത് മാറുകയും ചെയ്തിരുന്നു. ആ മാറ്റത്തിന്റെ അലയൊലി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വ്യവസായ മേഖലയിൽ വലിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപങ്ങൾ, കേരളത്തിൽ വന്ന വൻകിട പദ്ധതികൾ, കേരളത്തിലേക്ക് വന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ,
കേരളത്തിലേക്ക് വന്നിരിക്കുന്ന IT മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, വലിയ കമ്പനികൾ, ഇതൊക്കെ ഓരോ ദിവസവും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. പി രാജീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയിൽ ഒരു സംരംഭം എന്ന നിലയിൽ ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ IT മേഖലയിലേക്ക് വൻകിട കമ്പനികൾ, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വൻകിട കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും പി രാജീവ് തന്നെയാണ്. വലിയ മാറ്റമാണ് വ്യവസായ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പി രാജീവ് തന്നെ പറയാറുണ്ട്, പറയുന്നതിനിടയിൽ ആദ്യം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ വാർത്തകൾ ചുരുക്കത്തിലെങ്കിലും കൊടുക്കണേ, നിങ്ങൾക്ക് വേണ്ട വിവാദങ്ങളാണ് എന്നറിയാം, എന്നിരുന്നാലും അതും കൂടി നൽകണേ എന്ന് മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്നു. കേരളത്തിൽ ലജ്ജാകരമായ അവസ്ഥയാണ്. കേരളത്തിന്റെ നേട്ടത്തെ അത് കാണാനും അത് ജനങ്ങളോട് പറയാനും അതുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും നമുക്ക് വേദികളില്ലാതെ പോകുന്നു എന്നത് ചെറിയ പ്രശ്നമല്ല, കേരളത്തെ സംബന്ധിച്ച് നാണക്കേട് തന്നെയാണ്. എന്നാൽ ലോകം കേരളത്തെ അംഗീകരിക്കുന്നു, ഇന്ത്യ കേരളത്തെ അംഗീകരിക്കുന്നു. അതാണ് ഓരോ ദിവസവും ഇത്തരം അംഗീകാരം കേരളത്തെ തേടിയെത്തുന്നത്. അത് ഇടതു മുന്നണി സർക്കാരിന്റെ നേട്ടത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ കഴിയുന്നതാണ് താനും.